ഇപ്പോൾ കോൺഗ്രസിന്റെ MLA-മാരുടെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ എല്ലാ പേജിലും അവസാനമായിട്ടുള്ളത് ഒരു ചിത്രമായിരിക്കും. CMDRF-ലേക്ക് 1 മാസത്തെ ശമ്പളം സംഭാവനയായി നൽകിയ രീതിയുടെ ഫോട്ടോയാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപോലെ എല്ലാവരും പോസ്റ്റ് ചെയ്തതെന്നല്ലേ ആലോചിക്കുന്നത്? CPM മണികൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു പ്രൊപ്പഗൻഡ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുറിപ്പ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഒക്കെയായി ഒരുപക്ഷെ നിങ്ങളും കണ്ടിരിക്കും. കേരളത്തിലെ ജനപ്രതിനിധികളിൽ കുറച്ചുപേർ വയനാട് ദുരന്ത പുനരധിവാസത്തിലേക്ക് യാതൊരു സംഭാവനയും നൽകിയില്ലെന്നും അങ്ങനെ നൽകാത്തവർ മുഴുവനും കോൺഗ്രസ് പ്രതിനിധികളാണെന്നുമൊക്കെയാണ് ആ കുറിപ്പിൽ പറയുന്നത്. ഈ പ്രചരണം വ്യാപകമാവുകയും താരതമ്യേന മുതിർന്ന CPM നേതാക്കളും പങ്കുവയ്ക്കുവാൻ തുടങ്ങിയതോടെയുമാണ് കോൺഗ്രസ് MLA-മാർ തങ്ങൾ നൽകിയതിന്റെ രീതിയുമായിട്ട് രസീതുമായിട്ട് വന്നത്. എല്ലാവരും തന്നെ 2024 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ തുക CMDRF-ലേക്ക് കൈമാറിയിരുന്നു എന്നാണ് രസീതുകളിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും കോൺഗ്രസ് MLA-മാരെ കുറിച്ചുള്ള CPM കള്ളപ്രചരണം പൊളിഞ്ഞെങ്കിലും അതോടൊപ്പം തന്നെ മറ്റൊരു സംഭാവനയുടെ വിഷയം ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ പ്രതിക്കൂട്ടിൽ പക്ഷെ കോൺഗ്രസ് അല്ല, മറിച്ച് ഈ ആരോപണവുമായിട്ട് കോൺഗ്രസ് MLA-മാരെ അധിക്ഷേപിക്കുവാൻ മുൻനിരയിലുണ്ടായിരുന്ന DYFI ആണ്. വയനാട് ദുരന്തത്തെ തുടർന്ന് ജനങ്ങളിൽ നിന്നും പിരിച്ചും ആക്രി പെറുക്കി വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തിയും 20 കോടി രൂപ CMDRF-ലേക്ക് നൽകി എന്നായിരുന്നു DYFI പ്രചരിപ്പിച്ചിരുന്നത്. 2025 മാർച്ച് മാസത്തിൽ വലിയൊരു ചടങ്ങ് വെച്ച് 20 കോടിയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് DYFI വയനാട് ദുരന്ത പിരിവിൽ വലിയ തരികിട കാണിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണെങ്കിലും ഇതേക്കുറിച്ച് DYFI-യുടെ ഔദ്യോഗിക പേജിൽ വന്ന ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യം 2024 നവംബറിൽ DYFI ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കാർഡാണിത്. ഇതിൽ പറയുന്നത് 2024 നവംബറിൽ വയനാട് പുനരധിവാസത്തിനായിട്ട് 20,44,63,820 രൂപ സമാഹരിച്ചു എന്നാണ് പറയുന്ന. സമയവും തുകയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2024 നവംബറിലാണ് ഇവർ സമാഹരണം പൂർത്തിയാക്കിയത്. ആകെ 20,44,00,000 മേൽ തുക പിരിക്കുകയും ചെയ്തിരുന്നു. ഇനി ഇത്രയും പിരിച്ചു കിട്ടിയാൽ പിന്നെ അടുത്ത നടപടി എന്താണ്? മുഖ്യമന്ത്രിയുടെ CMDRF-ൽ വയനാടിനായി പ്രത്യേകം അക്കൗണ്ട് ആഗസ്റ്റിൽ തന്നെ ആരംഭിച്ചിരുന്നു. അതിലേക്ക് നിക്ഷേപിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. കോൺഗ്രസ് MLA-മാർ 2024 ആഗസ്റ്റിൽ തന്നെ പൈസ സംഭാവനയായി നൽകിയിരുന്നു. മിക്കവാറും എല്ലാ സുമനസ്സുകളും ദുരന്തം നടന്ന് ഏകദേശം 2-3 മാസത്തിനുള്ളിൽ തന്നെ പണം കൈമാറിയിരുന്നു. CMDRF തുക വെബ്സൈറ്റ് പ്രകാരം 773.98 കോടി രൂപ 2025 ജൂലൈ 31 വരെ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാത്തതാണോ അതോ തുക ആരും നൽകാത്തതാണോ എന്നൊന്നും അറിയില്ല. 7 മാസമായിട്ട് യാതൊരു അപ്ഡേറ്റും ആ വെബ്സൈറ്റിൽ ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നത് 2024 20,44,00,000 വയനാടിനായി പിരിച്ച ശേഷം DYFI ചെയ്തത് ആ തുക CMDFR-ലേക്ക് നൽകുകയായിരുന്നില്ല. സർക്കാരിന്റെ വിമർശകനായ അഖിൽ മാരാരെ പോലെയുള്ളവർ പറഞ്ഞ പോലെ ഇനി DYFI-ക്കും CMDRF-നും സുതാര്യത സംബന്ധിച്ച് സംശയമുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെയാണെങ്കിലും ആ തുക കൈമാറാതെ കയ്യിൽ വെക്കുകയാണ് DYFI ചെയ്തത്. നിസാര തുകയല്ല, 20 കോടിക്ക് മുകളിൽ പൈസയാണ്. ബാങ്കിൽ ഈ തുക നിക്ഷേപത്തിന് പ്രതിമാസം ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷത്തിന് മേൽ രൂപ പലിശയായി തന്നെ ലഭിക്കും. ആ തുകയാണ് DYFI സ്വന്തം അക്കൗണ്ടിൽ സൂക്ഷിച്ചത്. അങ്ങനെ നവംബർ കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു, 2024 അവസാനിച്ചു. 2025 വന്നു, ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു. അവസാനം പൈസ പിരിച്ച് കൈവശം വെച്ച് 4 മാസങ്ങൾക്ക് ശേഷം വലിയൊരു ചടങ്ങൊക്കെ നടത്തി പൈസ മുഖ്യമന്ത്രിക്ക് നൽകുവാൻ തീരുമാനിക്കുകയും മാർച്ച് 24 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ DYFI നേതാക്കൾ CMDFR-ലേക്ക് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നേരിട്ട് തുക കൈമാറുകയും ചെയ്തു. അതിനെക്കുറിച്ച് DYFI ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇങ്ങനെയാണ്: മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി DYFI നിർമ്മിച്ചു നൽകുന്ന 100 വീടുകളുടെ ധാരണാപത്രവും തുകയും DYFI സംസ്ഥാന ഭാരവാഹികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. അതായത് DYFI 100 വീടുകൾ നിർമ്മിച്ചു നൽകുകയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ചിത്രത്തിൽ കാണുന്നത് CMDFR-ലേക്ക് 20 കോടിയുടെ ഒരു ചെക്ക് നൽകുന്നതായാണ്. എന്താണ് സംഭവമെന്ന് കൃത്യമായിട്ട് ആരും വിശദീകരിച്ചതുമില്ല. എങ്കിലും 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തേത് തുകയാണ്. 20,44,63,820 രൂപ പിരിച്ചതിൽ 44 ലക്ഷം രൂപ DYFI സ്വന്തമാക്കി.
20 കോടി മാത്രമാണ് നൽകിയത്. 44 ലക്ഷം എന്നത് ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ചെറിയ തുകയാണെന്ന് വാദിക്കാമെങ്കിലും വയനാടിന് വേണ്ടി പിരിച്ച തുകയിൽ നിന്നും അത്ര തുക സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത് ഒരർത്ഥത്തിൽ അടിച്ചുമാറ്റൽ തന്നെയാണ്. അല്ലാതെ CMDFR-ൽ റൗണ്ട് തുക മാത്രമേ സ്വീകരിക്കൂ എന്നൊന്നുമില്ലല്ലോ. ഈ രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ, സർക്കാർ നിയമസഭയിൽ പറഞ്ഞത് പ്രകാരം വീടുകൾ പണിയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ഓരോ വീടിനും 30 ലക്ഷത്തിന് മേലാണ് നിർമ്മാണത്തിന് മാത്രം ചിലവായത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 100 വീടുകൾക്ക് 30 കോടിയിലധികം രൂപ വേണ്ടിവരും. സർക്കാർ പണിത വീടുകളാണ് എങ്കിൽ അങ്ങനെയാണ്. എന്നാൽ ഡിവൈഎഫ്ഐ 20 കോടിയാണ് നൽകിയിട്ടുള്ളത്. 65 വീടുകൾ മാത്രമാണ് ആ തുക കൊണ്ട് പണിയുവാൻ സാധിക്കുന്നത്. അപ്പോൾ 100 വീടുകൾ എന്ന വാദവും തെറ്റുകയാണ്. എന്തായാലും പിന്നെ ഡിവൈഎഫ്ഐയുടെ ഔദ്യോഗിക പേജിൽ ഈ പിരിവിനെ കുറിച്ചോ വീടിനെ കുറിച്ചോ യാതൊരുവിധ വിവരവും ഇതുവരെ എത്തിയിട്ടില്ല. എന്നാൽ സർക്കാർ വീട് കൈമാറിയതിനെ തുടർന്ന് അതിൽ CPM-ന് മാത്രമാണ് പങ്കെന്ന്, മറ്റാർക്കും പങ്കില്ലെന്ന് വരുത്താനായി CPM സൈബർ വിംഗ് നടത്തിയ പ്രോപ്പഗൻഡ ആയിരുന്നു ആദ്യം പറഞ്ഞത്. പ്രോപ്പഗൻഡ കോൺഗ്രസ് MLA-മാർ പൊളിച്ചടക്കിയതും അതിനു മുൻപായിട്ട് സർക്കാർ വീട് കൈമാറുന്നതിന് ഒരു ദിവസം മുൻപ് മുസ്ലിം ലീഗ് അവർ സ്വന്തമായി നിർമ്മിച്ച 51 വീടുകൾ കൈമാറിയതും CPM സൈബർ കടന്നലുകൾക്ക് വലിയ ക്ഷീണമായി. എന്നാൽ അതിനേക്കാൾ നാണക്കേടായത് ഡിവൈഎഫ്ഐ പിരിച്ച പണം എന്തു ചെയ്തു എന്ന ചോദ്യമായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടത് 2025 മാർച്ച് 24-ന് വലിയ ചടങ്ങിൽ വെച്ച് 20 കോടി കൈമാറി എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആ പരിപാടി തന്നെ തട്ടിപ്പായിരുന്നു എന്നതാണ്. കാരണം കോൺഗ്രസ് MLA-മാർ പൈസ കൈമാറിയതിന്റെ രസീത് പോസ്റ്റ് ചെയ്ത ശേഷം ഡിവൈഎഫ്ഐ കൈമാറിയതിന്റെ തെളിവ് ചോദിച്ചതോടെയാണ് കള്ളി വെളിച്ചതായത്. 2025 മാർച്ച് 24-ന് മുഖ്യമന്ത്രിക്ക് 20 കോടിയുടെ ഒരു പടം കൊടുത്ത് പറ്റിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ ചെയ്തത്. 2025 മാർച്ച് പോട്ടെ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒക്കെ കഴിഞ്ഞു. 2025 കഴിഞ്ഞു. അപ്പോഴും പൈസ തങ്ങളുടെ കയ്യിലായിരുന്നു എന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി VK സനോജ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് 2024 മാർച്ച് 24-ന് പൈസ കൈമാറുന്ന ചടങ്ങ് നടത്തിയെങ്കിലും പണം നൽകിയത് 2026 ജനുവരി 6-നാണെന്ന് സനോജ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സനോജ് ഇപ്പോൾ പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ എന്ന് പറഞ്ഞത് മനഃപൂർവ്വമാണ്. അത് പിന്നാലെ പറയാം. 14 മാസത്തോളം 20 കോടി രൂപ ഡിവൈഎഫ്ഐ സ്വന്തം അക്കൗണ്ടിൽ വച്ചിരിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6% പലിശ മാത്രം കണക്കാക്കി കഴിഞ്ഞാൽ 1.5 കോടിയിലേറെ രൂപ വരും. അതോടൊപ്പം തന്നെ പിരിച്ച ശേഷം സംഭാവന നൽകാതെ സ്വന്തമാക്കി വെച്ച 44 ലക്ഷവും ചേർത്താൽ വയനാട് പിരിവിൽ 2 കോടിയാണ് ഡിവൈഎഫ്ഐ എന്ന സംഘടന ലാഭമുണ്ടാക്കിയത്. ഈ പറഞ്ഞത് 2026 ജനുവരിയിൽ പൈസ കൈമാറിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. എന്നാൽ CMDFR വഴിയല്ലാതെയുള്ള സംഭാവനകളുടെ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിൽ ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ 20 കോടി സർക്കാർ വരവ് വെച്ചിട്ടില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം മേപ്പാടി ഉരുൾപൊട്ടലിനായി ഇതുവരെ കിട്ടിയിരിക്കുന്നത് സംഭാവന 49 കോടി 29 ലക്ഷം രൂപയാണ്. അതിലൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, IDBI ബാങ്ക് 15 കോടി, ബജാജ് ഫിനാൻസ് 20 കോടി, രാജീവ് ചന്ദ്രശേഖറിന്റെ ജൂപ്പിറ്റർ നെറ്റ്വർക്ക് 7 ലക്ഷം, NTPL 10 കോടി, കെയർ ഫോർ മുംബൈ എന്ന സ്ഥാപനം 23 ലക്ഷം, പിന്നെ പലിശ ഇനത്തിൽ 12.8 ലക്ഷം രൂപയുമാണ് 2026 ഫെബ്രുവരി 28 വരെ ആകെ വരവ്. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ പൈസ എവിടെ? CMDFR-ലും ഇല്ല, വയനാട് മേപ്പാടി ഉരുൾപൊട്ടൽ CSR ഫണ്ടിലുമില്ല. ഇതുവരെ പറഞ്ഞതും മുഖ്യമന്ത്രിയെ വരെ വെച്ച് പരിപാടി നടത്തിയിട്ട് പണം നൽകാതിരുന്നതുമൊക്കെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഡിവൈഎഫ്ഐ കൃത്യമായിട്ട് മറുപടി പറഞ്ഞേ മതിയാവും. കാരണം ഇത് ജനങ്ങൾ ദുരന്തത്തിൽപ്പെട്ടവർക്ക് നൽകിയ സഹായമാണ്. അതിൽ 2 കോടി അടിച്ചു മാറ്റിയത് മറന്നാലും മുഖ്യമന്ത്രിക്ക് നൽകിയ 20 കോടി എന്തായാലും വ്യക്തമാക്കിയേ മതിയാവും. ഇങ്ങനെ തരികട കാണിച്ചവരാണ് മറ്റുള്ളവരെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതെന്നാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിലും അവനവൻ ചെയ്യുന്ന തരികിടകൾ മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുക എന്നതാണ് ഇടത് നേതാക്കൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ച നുണ യാതൊരു ഉളുപ്പുമില്ലാതെ നിരന്തരം പറഞ്ഞിട്ട് മറ്റുള്ളവരെ നുണയ എന്ന് വിളിക്കുകയാണല്ലോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഡിവൈഎഫ്ഐയുടെ ഔദ്യോഗിക പേജിൽ വന്ന ഒരു പോസ്റ്റ് കൂടി വായിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. 2025 സെപ്റ്റംബർ 16-ന് പോസ്റ്റ് ചെയ്തതാണിത്. ഒരു പ്രതിഷേധ മാർച്ചാണ്. ചിത്രവും പേജിലുണ്ട്. അവരുടെ വാക്കുകൾ തന്നെ നോക്കാം. വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ വീട് വെച്ച് നൽകുമെന്ന വാഗ്ദാനവുമായി കൊല്ലം ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും പണപ്പിരിവ് നടത്തിയ ശേഷം ദുരന്ത ബാധിതർക്ക് പണം നൽകാത്ത നടപടികൾക്കെതിരെ ഡിവൈഎഫ്ഐ കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയുണ്ട്? നാട്ടുകാരിൽ നിന്നും 20 കോടി വാങ്ങി സ്വന്തം അക്കൗണ്ടിൽ വെച്ചിരിക്കുമ്പോഴാണ് ഈ പ്രതിഷേധ നാടകം നടത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിക്ക് ചിലപ്പോൾ പിരിച്ച പണം സംസ്ഥാന കമ്മിറ്റി
മുക്കിയ കാര്യം അറിയാതെ ആയിരിക്കും ആവേശത്തോടെ പ്രതിഷേധത്തിന് മുഷ്ടി ചുരുട്ടിയത്. എന്നാൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ട്രഷറർക്ക് ആ കാര്യം അറിയാതെ വരില്ലല്ലോ. പ്രസിഡന്റും സെക്രട്ടറിയും അറിയില്ലെങ്കിലും സാമ്പത്തിക കാര്യം കൃത്യമായിട്ട് അറിയേണ്ട ആളാണ് സംസ്ഥാന ട്രഷറർ. ആ പുള്ളിയാണ് സ്വന്തമായിട്ട് ഇതേ ആവശ്യത്തിന് പിരിച്ച് 20 കോടി ദുരന്ത ബാധിതർക്ക് നൽകാതെ അതേ കാര്യം പറഞ്ഞുകൊണ്ട് ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടത്തുന്ന പ്രതിഷേധം ഉദ്ഘാടനം നടത്തുന്നത്. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് സഖാക്കളെ. നല്ല നമസ്കാരം എന്ന് മാത്രം പറയുന്നു.